ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഒരു ടോപ്പിക് അപ്പോപ്ടോസിസിനെ പറ്റിയാണ്. എന്താണ് അപ്പോപ്ടോസിസ്? നമുക്കറിയാം, നമ്മുടെ ബോഡിയിൽ ധാരാളം സെൽസുകളുണ്ട്. ഈ സെൽസുകൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ അത് നശിച്ചു പോകുന്നുണ്ട്. ഈ നശിച്ചു പോകുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ സെല്ലുലാർ ഡെത്ത് എന്ന് പറയുന്നത്, അഥവാ അപ്പോപ്ടോസിസ്. എന്തിനു വേണ്ടിയാണ് ഒരു സെല്ല് നശിച്ചു പോകുന്നത്? നമുക്കറിയാം, ഓരോ ദിവസം കൂടുന്തോറും ഓരോ സെൽസും ഏജ്ഡ് ആയി വരികയാണ്. അപ്പോൾ ഏജ്ഡ് ആകുമ്പോൾ നോർമലി അതിൻ്റെ സെല്ലുലാർ ഫങ്ഷൻസും ആക്ടിവിറ്റീസും കുറവായിരിക്കും. അപ്പോൾ ബോഡിക്ക് എന്ത് വേണം? ഫുള്ളി ഫങ്ഷണൽ ആയിട്ടുള്ള ഒരു സെല്ലിനാണ് എപ്പോഴും ആവശ്യം. അപ്പോൾ ഈ ഫങ്ഷൻ കുറവായിട്ടുള്ള സെല്ലുലാർ ആക്ടിവിറ്റീസ് കുറവായിട്ടുള്ള ഒരു സെല്ലിനെ നശിപ്പിച്ച് കളയാൻ ബോഡി തന്നെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന ഒരു പ്രോസസ്സാണ് അപ്പോപ്ടോസിസ്. എങ്ങനെയാണ് അപ്പോപ്ടോസിസ് നടക്കുന്നത്? നമ്മളതിൻ്റെ ബയോകെമിക്കൽ ആൻഡ് മൊളിക്കുലാർ ആസ്പെക്റ്റും കാണുന്നുണ്ട്, അതേസമയം നോർമൽ ക്യാരക്ടറിസ്റ്റിക് ചേഞ്ചസ് എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്. ഫസ്റ്റ് നമ്മൾ നോക്കുന്നതിൻ്റെ എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക് ചേഞ്ച് ആണ് ഒരു സെല്ല് അപ്പോപ്ടോസിസ് നടക്കുമ്പോൾ ഉണ്ടാകുന്നതെന്നാണ് നോക്കുന്നത്. അപ്പോപ്ടോസിസ് നടക്കുമ്പോൾ സാധാരണയുള്ള നോർമൽ സെൽ അവരുടെ സൈസ് എന്ത് ചെയ്യും? റെഡ്യൂസ്ഡ് ആണ്. നമുക്കറിയാം, സെല്ലിന് ഒരു ന്യൂക്ലിയസ് ഉണ്ട്. ആ ന്യൂക്ലിയസിനകത്താണ് എന്തുള്ള DNA ആയിട്ടുള്ള ജനറ്റിക് മെറ്റീരിയൽ ഉള്ള. നോർമലി അത് ഡീകണ്ടൻസ്ഡ് ഫോമിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഒരു അപ്പോപ്ടോസിസ് നടക്കാൻ തുടങ്ങുന്ന ഒരു സെൽ എന്ത് ചെയ്യും? അവരുടെ DNA കണ്ടൻസ് ചെയ്ത് ക്രൊമാറ്റിൻ ആയിട്ട് മാറും, അഥവാ ക്രോമസോം ആയിട്ട് മാറും. നിങ്ങൾ ഈ ഫിഗറിൽ കാണുന്നുണ്ട്, ചെറുതായിട്ടുള്ള ഒരു സെല്ല്, അതിൻ്റെ ക്രോമസോം, നോർമലി ഇവിടെ ഉണ്ടായിരുന്ന ക്രോമസോം കണ്ട അഴിഞ്ഞിരിക്കുന്ന ക്രോമസോം എല്ലാം എന്തായി? കണ്ടൻസ്ഡ് ആയി. ഇനി നെക്സ്റ്റ് സ്റ്റേജ് ആണ് ബ്ലബിംഗ് എന്ന് പറഞ്ഞ സ്റ്റേജ്. അതായത് ആ സെല്ല് ഒന്നും കൂടി ചുരുങ്ങി ബ്ലബ് പോലെ അപ്പിയറൻസ് കാണപ്പെടും. അവർ ന്യൂക്ലിയസ് എന്ത് ചെയ്യും? റപ്ചർ ചെയ്യും, ന്യൂക്ലിയർ മെംബ്രെയിൻ ഡിസിൻറ്റഗ്രേറ്റഡ് ആയി പോവും, ക്രോമസോം എക്സ്പോസ്ഡ് ആവും സൈറ്റോപ്ലാസത്തിലോട്ട്. അപ്പോൾ സൈറ്റോപ്ലാസത്തിലുള്ള DNA ഡീഗ്രേഡ് ചെയ്യുന്ന DNA എൻസൈം എന്ത് ചെയ്യും? ഈ ക്രോമസോമിനെ ഫ്രാഗ്മെൻറ്റ് ചെയ്ത് കളയും. ദെൻ ഇറ്റ് ഫോംസ് സ്മോൾ ബോഡീസ് നോൺ ആസ് അപ്പോപ്ടോട്ടിക് ബോഡി. ഈ അപ്പോപ്ടോട്ടിക് ബോഡി റപ്ചർ ആയി കഴിഞ്ഞാൽ അതിന് ചുറ്റും ഇരിക്കുന്ന, ആ സെല്ല് ഇരിക്കുന്ന ചുറ്റും ഇരിക്കുന്ന ബാക്കി സെൽസിന് എന്താകും? അത് എഫക്റ്റ് ചെയ്യും. അപ്പോൾ ബോഡിയുടെ ഇമ്മ്യൂൺ സിസ്റ്റം എന്ത് ചെയ്യും? ഈ അപ്പോപ്ടോട്ടിക് ബോഡീസിനെ റെക്കഗ്നൈസ് ചെയ്ത് ബോഡിയിൽ നിന്ന് എലിമിനേറ്റ് ചെയ്ത് കളയും. ഇനി ഇത് ഇത്രയും പറഞ്ഞത് നമ്മൾ അപ്പോപ്ടോസിസിനെ കുറിച്ചാണ്. ഇത് കൂടാതെ വേറൊരു പ്രോസസ്സും കൂടി ഉണ്ട്, നെക്രോസിസ്. നോർമലി അപ്പോപ്ടോസിസ് എന്ന് പറയുന്നത് വളരെ കൺട്രോൾഡ് ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. പക്ഷെ നെക്രോസിസ് എന്ന് പറയുന്നത് പെട്ടെന്ന് സംഭവിക്കുന്നതാണ്. അത് പല കാരണങ്ങളാൽ നടക്കുന്നതാണ്. ചിലപ്പോൾ ഒരു സെല്ലിൽ ഒരു വൈറസ് ഇൻഫെക്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ സെല്ല് ബാക്കിയുള്ള സെൽസിലോട്ട് പടരാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ സ്വന്തമായിട്ട് തന്നെ നശിപ്പിക്കുന്നതായിരിക്കാം. അപ്പോൾ ആ പ്രോസസ്സ് വഴി ഈ സെല്ല് എന്ത് ചെയ്യും? സ്വെൽഡാവും. സ്വെല്ലായി കഴിഞ്ഞാൽ ഈ മെംബ്രെയിൻ, പ്ലാസ്മ മെംബ്രെയിൻ, സെല്ലിൻ്റെ അകത്തിരിക്കുന്ന എല്ലാ ഓർഗനൽസിനെയും സൈറ്റോപ്ലാസ്റ്റിനെ എല്ലാം ഹോൾഡ് ചെയ്തിരിക്കുന്ന പ്ലാസ്മ മെംബ്രെയിനെ എന്ത് ചെയ്യാൻ പറ്റില്ല? സ്വെൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്ലാസ്മ മെംബ്രെയിൻ്റെ ഇൻറ്റഗ്രിറ്റി നഷ്ടപ്പെടും. ദേ ലൈസ് ആൻഡ് റിലീസസ് ദെയർ സൈറ്റോപ്ലാസ്മിക് മെറ്റീരിയൽ ടു ദെയർ എക്സിസ്റ്റിംഗ് എൻവയോൺമെൻറ്റ്. അപ്പോൾ ബാക്കിയുള്ള സെൽസിന് എന്താവും? അത് എഫക്റ്റ് ചെയ്യും. അപ്പോൾ നെക്രോസിസ് എന്ന് പറയുന്ന ഒരു അൺകൺട്രോൾഡ് സെല്ലുലാർ ഡെത്ത് ആണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ പറയുന്നതിനെ സെല്ലുലാർ സൂയിസൈഡ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അപ്പോപ്ടോസിസ് എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാംഡ് സെൽ ഡെത്താണ്. ഇനി നമ്മളതിൻ്റെ മോളിക്കുലർ ആസ്പെക്റ്റിലോട്ട് പോകുമ്പോൾ നമുക്ക് കുറേ പ്രോട്ടീൻസ് ഇൻവോൾവ് ചെയ്തിട്ടാണ് ഈ അപ്പോപ്ടോസിസ് നടക്കുന്നത്. മെയിനായിട്ട് വരുന്ന പ്രോട്ടീൻസുകളാണ് BCL2 ഫാമിലി പ്രോട്ടീൻസ്.
അവരെ തന്നെ നമ്മൾ ഫർദർ സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പ്രോ അപ്പോപ്റ്റോട്ടിക് BCL2 പ്രോട്ടീൻസ്, അതിന് എക്സാമ്പിളാണ് ബാക്സ് ആൻഡ് ബാക്ക്. ആൻറ്റി അപ്പോപ്റ്റോട്ടിക് BCL പ്രോട്ടീൻസ്, അതിന് എക്സാമ്പിൾസ് ആണ് BCL2, BCLXL, BCLW. ആൻഡ് ഫൈനലി BH3 ഓൺലി പ്രോട്ടീൻസ്, അതിന് എക്സാമ്പിളാണ് BID, BAD, BIB. ഇനി ഈ ഓരോ പ്രോട്ടീൻസ് എന്താണെന്ന് നമുക്ക് പരിചയപ്പെടാം. ഫസ്റ്റ് വൺ, പ്രോ അപ്പോപ്റ്റോട്ടിക് BCL2 പ്രോട്ടീൻസ്. അപ്പോപ്റ്റോട്ടിക് എന്ന് പറയുമ്പോൾ അവിടെ അപ്പോപ്റ്റോസിസിനെ സഹായിക്കുന്ന പ്രോട്ടീൻസ് ആണ് എന്തായാലും. പ്രോ അപ്പോപ്റ്റോട്ടിക് മീൻസ് അവർ ഫങ്ഷണൽ അല്ല, ദേ ആർ ആക്ച്വലി ഇൻ ദ ഇനാക്റ്റീവ് സ്റ്റേറ്റ്. അപ്പോൾ പ്രോ അപ്പോപ്റ്റോട്ടിക് BCL2 പ്രോട്ടീൻസ്, ദേ ആർ ഇനാക്റ്റീവ് അപ്പോപ്റ്റോട്ടിക് BCL2 പ്രോട്ടീൻസ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത്, നെക്സ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് ആൻറ്റി അപ്പോപ്റ്റോട്ടിക്. അപ്പോൾ അപ്പോപ്റ്റോട്ടിക്സ് നടത്താതിരിക്കാൻ വേണ്ടി ഉള്ള പ്രോട്ടീൻസ് ആണ് ആൻറ്റി അപ്പോപ്റ്റോട്ടിക് BCL2 പ്രോട്ടീൻസ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് മനസ്സിലാക്കാം. ആക്ച്വലി ഈ പ്രോ അപ്പോപ്റ്റോട്ടിക് BCL2 പ്രോട്ടീൻസ് എന്ന് പറയുന്നത് ദേ എയ്ഡ് ഇൻ ദ അപ്പോപ്റ്റോസിസ്, വെറാസ് ആൻറ്റി അപ്പോപ്റ്റോട്ടിക് BCL2 പ്രോട്ടീൻസ് എന്ന് പറയുന്നത് ആക്ച്വലി regulate this apoptotic process by controlling pro-apoptotic BCL2 proteins. നെക്സ്റ്റ് കാറ്റഗറി പ്രോട്ടീൻസ് എന്ന് പറയുന്നത് BH3 ഓൺലി പ്രോട്ടീൻസ് ആണ്. അവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ക്യാൻ ആക്ച്വലി റെഗുലേറ്റ് ദ ആക്ടിവിറ്റീസ് ഓഫ് ബോത്ത് പ്രോ അപ്പോപ്റ്റോട്ടിക് ആസ് വെൽ ആസ് ആൻറ്റി അപ്പോപ്റ്റോട്ടിക് BCL2 പ്രോട്ടീൻസ്. അപ്പോൾ അവരാണ് അവിടെ ആക്ച്വലി എന്ത് ചെയ്യുന്നത്, ഈ രണ്ട് ക്ലാസ്സസ് ഓഫ്, രണ്ട് സബ് കാറ്റഗറീസ് ഓഫ് BCL2 ഫാമിലി പ്രോട്ടീൻസിനെ റെഗുലേറ്റ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുന്നു. ഇപ്പോൾ ഒരു ബാലൻസിൽ ഒരു സെല്ലിൽ ഇവർ രണ്ടുപേരെയും നിർത്തി വച്ചിരിക്കുക. പക്ഷേ എന്തെങ്കിലും ഒരു സ്ട്രെസ് വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു സിഗ്നൽ വരുമ്പോഴോ ഒരു സ്റ്റിമുലൈ വരുമ്പോഴോ ഈ ബാലൻസ് അങ്ങ് തെറ്റും. നൗ ദ BH3 ഓൺലി പ്രോട്ടീൻസ് കനോട്ട് കൺട്രോൾ ദിസ് ടു കാറ്റഗറീസ് ഓഫ് പ്രോട്ടീൻ. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് സ്ലൈഡ്, we are going to see there are two kinds of pathway involved in apoptotic process. First one, intrinsic pathway. Second one, extrinsic pathway. Intrinsic pathway എന്ന് പറയുന്നത് തന്നെ അത് സെല്ലിൻ്റെ അകത്ത് നിന്ന് കിട്ടുന്ന ഒരു സിഗ്നൽ വഴി ഉണ്ടാവുന്ന ഒരു പാത്വേ ആണ് ഇൻട്രിൻസിക് പാത്വേ. ഇറ്റ് ഈസ് അതർവൈസ് നോൺ ആസ് മൈറ്റോകോൺട്രിയ മീഡിയേറ്റഡ് പ്രോഗ്രാംഡ് സെൽ ഡെത്ത് പാത്വേ. എക്സ്ട്രിൻസിക് പാത്വേ എന്ന് പറയുന്നത് ഒരു എക്സ്ട്രിൻസിക്, അതായത് ഒരു സെല്ലിന് വെളിയിൽ നിന്നുള്ള ഒരു സിഗ്നൽ വഴി ഉണ്ടാകുന്ന ഒരു പാത്വേ ആണ് എക്സ്ട്രിൻസിക് പാത്വേ. ഇൻട്രിൻസിക് പാത്വേ എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു സെല്ലിൽ DNA ഡാമേജ്ഡ് ആയി, അപ്പോൾ അത് നോർമലി ആരെ ഇൻഹിബിറ്റ് ചെയ്യുന്നു, ആൻറ്റി അപ്പോപ്റ്റോട്ടിക് ഫാക്ടേഴ്സിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു. സോ നമ്മുടെ പ്രോ അപ്പോപ്റ്റോട്ടിക് ഫാക്ടേഴ്സ് എന്തായി, they get activated. Bax is one of the pro-apoptotic factors. ഈ ബാക്സ് നമുക്കറിയാം മൈറ്റോകോൺട്രിയ ആണ് സെല്ലിൻ്റെ പവർ ഹൗസ് എന്ന് പറയുന്നത്. അതിനൊരു ഔട്ടർ മെംബ്രെയിൻ ഉണ്ട്, ഇന്റർ മെംബ്രെയിൻ സ്പേസ് ഉണ്ട്, ഇന്നർ മെംബ്രെയിൻ ഉണ്ട്, ആൻഡ് മൈറ്റോകോൺട്രിയൽ മെട്രിക്സും ഉണ്ട്. അപ്പോൾ ഈ ബാക്സ് എന്ത് ചെയ്യും, മൈറ്റോകോൺട്രിയൽ ഔട്ടർ മെംബ്രെയിനിൽ പോയി അവിടെ ഒരു പോർ ക്രിയേറ്റ് ചെയ്യും, ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യും. This causes increased permeability of mitochondrial membrane. അപ്പോൾ ഈ ചാനൽ വഴി ആര് പുറത്തോട്ട് വരും, ഈ ഇന്റർ മെംബ്രെയിൻ സ്പേസിലുള്ള സൈറ്റോക്രോം സി വെളിയിലോട്ട് വരും. This cytochrome C along with another protein known as APAF1 and procaspase 9, ഇവർ മൂന്ന് പേരും കൂടി ഒരു വലിയൊരു കോംപ്ലക്സ് സ്ട്രക്ചർ ഫോം ചെയ്യും. അതിൻ്റെ പേരാണ് അപ്പാപ്റ്റോസോം. ഇനി അതിനുമുമ്പ് ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. കാസ്പേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോട്ടീൻ, അപ്പോപ്റ്റോസിസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കാസ്പേസ് പ്രോട്ടീൻസ്. അവർ പ്രത്യേകത എത്രയേ ഉള്ളൂ, ദേ ആർ നത്തിങ് ബട്ട് പ്രോട്ടിയേസസ്. സോ ഇറ്റ് ക്യാൻ ക്ലീവ് ദ പ്രോട്ടീൻസ്. ഇനി വൺസ് അപ്പോപ്റ്റോസോം ഫോം ചെയ്തു കഴിഞ്ഞാൽ
This apoptosome itself get activate pro-caspase 9 to caspase 9. സോ ഈ പ്രോ കാസ്പേസ് 9 എന്ന് പറയുന്നത് ആക്ച്വലി അതിൻ്റെ ഒരു ഇനാക്റ്റീവ് ഫോമാണ്. ഈ അപ്പോപ്റ്റോസോം എന്ത് ചെയ്യും, ഈ പ്രോ കാസ്പേസ് 9 അതായത് ഈ കോംപ്ലക്സിലെ തന്നെ പ്രോ കാസ്പേസ് 9 എന്താക്കി മാറ്റും, കാസ്പേസ് 9 ആക്കി മാറ്റും. ഈ കാസ്പേസ് 9 ഇപ്പോൾ പറയുന്ന പേരാണ് ഇനീഷ്യേറ്റർ കാസ്പേസ്. ഇൻട്രിൻസിക് പാത്വേയിലെ ഇനീഷ്യേറ്റർ കാസ്പേസ് എന്ന് പറയുന്നത് കാസ്പേസ് 9. ഇറ്റ് വിൽ ക്ലീവ്, ഞാൻ പറഞ്ഞു കാസ്പേസ് എന്ന് പറയുന്നൊരു പ്രോട്ടീസ് ആണ്. സോ ഈ പ്രോട്ടീസ് എന്ത് ചെയ്യും, ഡൗൺ സ്ട്രീമുള്ള ബാക്കി കാസ്പേസ്, കുറേ കാസ്പേസുകളുണ്ട്, 3, 6, 7 അങ്ങനെ കുറേ കാസ്പേസുകളുണ്ട്. അതിനെല്ലാം നമ്മൾ പറയുന്ന എക്സിക്യൂഷണർ കാസ്പേസസുകളാണ്. എക്സിക്യൂഷണർ കാസ്പേസ് എന്ന് പറയുന്നത് അവരാണ് ബാക്കിയുള്ള അപ്പോപ്റ്റോസിസ് പ്രോസസ്സുകളെല്ലാം, ഇൻട്രിൻസിക് പാത്വേ ലീഡ് ചെയ്യുന്ന അപ്പോപ്റ്റോസിസ് പ്രോസസ്സുകളെല്ലാം നടത്തുന്നത്. അപ്പോൾ കാസ്പേസ് 9 ദേ ക്ലീവ് പ്രോ കാസ്പേസ് 3. ഞാൻ പറഞ്ഞു 3, 6, 7 ഉണ്ട്. ഇതിലിപ്പോൾ 3 മാത്രമേ ഈ ഫിഗറിൽ കാണിച്ചിട്ടുള്ളൂ. സോ ദേ ക്ലീവ് പ്രോ കാസ്പേസ് 3 ആൻഡ് മേക്ക് ദം കാസ്പേസ് 3. നൗ they undergo and help in the apoptosis process. നെക്സ്റ്റ് പാത്വേ എന്ന് പറയുന്നത് എക്സ്ട്രിൻസിക് പാത്വേ. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു ഇതിൻ്റെ സിഗ്നൽ വരുന്നത്, ഈ അപ്പോപ്റ്റോസിസിനുള്ള സിഗ്നൽ വരുന്നത് സെല്ലിന് വെളിയിൽ നിന്നാണ്. സോ നമ്മൾ നോർമലി എക്സ്ട്രിൻസിക് പാത്വേ എന്ന് പറയുമ്പോൾ ആ പാത്വേയിൽ 2 ആൾക്കാരാണ് മെയിനായിട്ട് ഇൻവോൾവ് ചെയ്യുന്നത് ഈ പാത്വേ ഇനീഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒന്ന്, സെല്ലിൽ തന്നെ കുറേ റിസപ്റ്റേഴ്സ് ഉണ്ട്, നമ്മുടെ പ്ലാസ്മ മെംബ്രെയിനിൽ എംബഡഡ് ആയിട്ടുള്ള കുറേ റിസപ്റ്റേഴ്സ് ഉണ്ട്. ഈ റിസപ്റ്റേഴ്സ് വെളിയിൽ നിന്ന് വരുന്ന ഈ എക്സ്ട്രിൻസിക് സിഗ്നലായിട്ടുള്ള ലൈഗാൻഡ് മോളിക്യൂളായിട്ട് ബൈൻഡ് ചെയ്യും. നമ്മളിവിടെ പറയുന്ന അപ്പോപ്റ്റോസിസ് ആണ്. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ സെല്ലുലാർ ഡെത്ത്. സോ നമ്മൾ ഈ റിസപ്റ്റാറിന് വിളിക്കുന്ന പേരാണ് ഡെത്ത് റിസപ്റ്റാർസ് ആൻഡ് ദ എക്സ്ട്രിൻസിക് സിഗ്നലിനെ വിളിക്കുന്ന പേരാണ് ഡെത്ത് ലൈഗാൻഡ്. സോ പലതരത്തിലുള്ള ഡെത്ത് റിസപ്റ്റാർസ് ഉണ്ട്, അതിൻ്റെ തന്നെ എന്തുണ്ട്, ഡെത്ത് ലൈഗാൻഡ്സ് ഉണ്ട്. ഇഫ് ദ ഡെത്ത് റിസപ്റ്റാർസ് ആർ TNFR1 FAS and DRS and their consecutive death ligands will be TNF alpha, FAS-L and TRAIL. അപ്പോൾ TNFR1 എന്ന് പറഞ്ഞിട്ട് ഡെത്ത് റിസപ്റ്റാർ ആണെങ്കിൽ അതിൻ്റെ ലൈഗാൻഡ് എന്ന് പറയുന്നത് TNF ആൽഫ ആയിരിക്കും. അങ്ങനെയാണ് അത് നെയിം ചെയ്തിരിക്കുന്നത്. ഞാനിവിടെ പറയാൻ പോകുന്ന TNFR റിസപ്റ്ററും അതിൻ്റെ ലൈഗാൻഡായിട്ടുള്ള TNF ആൽഫയെ കുറിച്ചാണ്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ TNF ആൽഫ ട്യൂമർ നെക്രോസിസ് ഫാക്ടർ ആൽഫ എന്ന് പറഞ്ഞിട്ടുള്ള ലൈഗാൻഡ് when they bind to its TNF receptor they activate adapter proteins. അഡാപ്റ്റർ പ്രോട്ടീൻസ് എന്ന് പറയുന്നത് ഈ റിസപ്റ്ററിൻ്റെ ചുറ്റുമിരിക്കുന്ന അതിനോട് അസോസിയേറ്റ് ആയിട്ടിരിക്കുന്ന പ്രോട്ടീൻസ് ആണ് അഡാപ്റ്റർ പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. അഡാപ്റ്റർ പ്രോട്ടീൻസിനെ ആക്ടിവേറ്റ് ചെയ്യും. They are nothing but FAD and TRAD. This adapter then further activate downstream proteins. അതിൻ്റെ എക്സാമ്പിൾ ആണ് ഡിസ്ക് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോട്ടീൻ. ഈ ഡിസ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഡൗൺസ്ട്രീം പ്രോട്ടീൻ നൗ ആക്ടിവേറ്റ് pro-caspase 8, which is the most important caspase in the extrinsic pathway. Pro-caspase 8 into caspase 8. This caspase 8 എന്ത് ചെയ്യും, ഡൗൺസ്ട്രീം ആയിട്ടുള്ള ബാക്കി എക്സിക്യൂഷണർ കാസ്പേസുകൾ ആക്ടിവേറ്റ് ചെയ്യും. ഏതൊക്കെ എക്സിക്യൂഷണർ കാസ്പേസുകൾ? 3, 6, 7. This 3, 6, 7 caspase will proceed with the apoptosis. ഈ ഫിഗർ ആക്ച്വലി 2 പാത്വേസും കമ്പയർ ചെയ്ത് കാണിക്കുന്ന ഒരു ഫിഗറാണ്. എക്സ്ട്രിൻസിക് പാത്വേയും കൊടുത്തിട്ടുണ്ട്,
ഇൻട്രിൻസിക് പാത്വേയും കൊടുത്തിട്ടുണ്ട്. രണ്ട് പാത്വേസും എങ്ങനെയാണ് ലിങ്ക്ഡ് ആയിരിക്കുന്നത്? നമ്മൾ വിചാരിക്കുന്നത് ഇപ്പോൾ ഇൻട്രിൻസിക് പാത്വേ തനിയെ, എക്സ്ട്രിൻസിക് പാത്വേ തനിയെ എന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷെ അങ്ങനെയല്ല. ദേ ബോത്ത് ആർ ആക്ച്വലി അസോസിയേറ്റഡ് വിത്ത് ഈച്ച് അതർ. I have already told you, in the extrinsic pathway there is caspase known as 8. Also, one more important initiator caspase in extrinsic pathway is caspase 10. These both will activate BID. ഞാൻ നിങ്ങളോട് ഇതിൻ്റെ പ്രസൻറ്റേഷൻ്റെ ഏറ്റവും തുടക്കത്തിൽ പറഞ്ഞിരുന്നു, BH3 only proteins, they are one of the category of BCL2 family proteins. അതിലൊരു എക്സാമ്പിളാണ് BH3 ഓൺലി പ്രോട്ടീൻസിന് എക്സാമ്പിളാണ് ബിഡ്. ഈ ബിഡിന് കാസ്പേസ് 8ഉം 9ഉം കൂടി ചേർന്നതിന് ക്ലീവ് ചെയ്ത് ടി ബിഡാക്കി മാറ്റും. അതായത് ബിഡ് എന്ന് പറഞ്ഞ പ്രോട്ടീൻ്റെ ഒരു ചെറിയൊരു പോർഷനാണ് ടി ബിഡ് എന്ന് പറയുന്നത്. സോ ദിസ് ടി ബിഡ് വിൽ ആക്ടിവേറ്റ് ബാക്സ് ആൻഡ് ബാക്ക്. ഇൻട്രിൻസിക് പാത്വേയിലെ നമ്മുടെ ഇൻട്രിൻസിക് പാത്വേ തുടങ്ങുന്ന മെയിൻ ആളെന്ന് പറയുന്നത് ബാക്സ് വഴിയാണ്. ബാക്സ് വിൽ ക്രിയേറ്റ് എ പോർ ഇൻ ദ മൈറ്റോകോൺട്രിയൽ ഔട്ടർ മെംബ്രെയിൻ. സോ ടി ബിഡ് വിൽ ഫർദർ ആക്ടിവേറ്റ്സ് ബാക്സ് ആൻഡ് എയ്ഡ് ഇൻ ദ ഫോർമേഷൻ ഓഫ് പോർ സ്ട്രക്ചേഴ്സ് ഇൻ ദ മൈറ്റോകോൺട്രിയൽ ഔട്ടർ മെംബ്രെയിൻ. Thus it will actually increases the permeability of the outer membrane of mitochondria. Thus more cytochrome C will released, and this cytochrome C will again form complex structures with APAF1 protein and caspase 9. This caspase 9 will activate their downstream executioner caspases and result in apoptosis. അപ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ്? എക്സ്ട്രിൻസിക് പാത്വേയും ഇൻട്രിൻസിക് പാത്വേയും തനിയെ നടക്കുന്ന പ്രോസസ്സ് അല്ല. ഇൻട്രിൻസിക് പാത്വേ ആക്ടിവേറ്റ് ആയിക്കഴിഞ്ഞാൽ എക്സ്ട്രിൻസിക് പാത്വേയും സാധാരണ രീതിയിൽ ആക്ടിവേറ്റഡ് ആയിക്കോളും. കാരണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻട്രിൻസിക് പാത്വേയിലെ കാസ്പേസ് 6 വൺ ഓഫ് ദ എക്സിക്യൂഷൻ പാത്വേ one of the executioner caspase will also activate caspase 8 in the extrinsic pathway. So ഇവർ രണ്ടുപേരും എന്താണ്? അസോസിയേറ്റഡ് ആണ്. പക്ഷേ അവർക്ക് കിട്ടുന്ന ആ സ്റ്റിമുലയാണ്, വെദർ ഇറ്റ് ഈസ് ഇൻട്രിൻസിക് ഓർ എക്സ്ട്രിൻസിക്, makes this two pathway distinct from each other, but they are linked to each other.